ഇപ്പൊ നമ്മൾ കേരള എന്നുള്ളത് കേരളം എന്ന് മാറ്റണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടത് പിന്നിലെ കാരണങ്ങൾ പോലെയല്ല. നമ്മുടെ രാജ്യം തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ചില പേരുമാറ്റങ്ങളുണ്ട്. അത് കൗതുകം എന്നുള്ളതിനപ്പുറത്ത്, അതിശയം എന്നുള്ളതിനപ്പുറത്ത് രാഷ്ട്രീയമായി തന്നെ ചില കോളിളക്കം, അങ്ങനെ തന്നെ വേണം പറയാൻ, വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ചില പേരുമാറ്റങ്ങളൊക്കെയുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് വേഗം പോവാമെന്ന് തോന്നുന്നു. ഏറ്റവും ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സംസ്ഥാനത്തിന് തന്നെ പേര് മാറിയ സന്ദർഭമാണ്. അത് ഒറീസ എന്ന സംസ്ഥാനത്തിന് ഒരു പുതിയ പേര് 2011 സ്വീകരിക്കുകയാണ്. ഒഡീഷ എന്നാക്കി മാറ്റി. അപ്പോൾ കേരള എന്നുള്ളത് കേരളം, അതൊരു സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള ഒരു പെരുമാറ്റം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു സംസ്ഥാനത്തിന് ഇതുപോലെ പേരുമാറ്റിയത് കൂടി ആദ്യം നമ്മൾ പറഞ്ഞു പോവുകയാണ്. അടുത്ത പേരുമാറ്റങ്ങളിലേക്ക് ഞാൻ കടക്കുമ്പോൾ അതേറെ ശ്രദ്ധേയമാണ്. അത് സംസ്ഥാനത്തിന്റെ പേരല്ല, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ചില നഗരങ്ങളുടെ പേരുമാറ്റം നമ്മുടെ രാജ്യം വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. ആദ്യത്തെ നോക്കാം നമുക്ക്. ഇന്ത്യൻ നഗരങ്ങൾ എടുക്കുമ്പോൾ അതിൽ ഹരിയാന എന്ന സംസ്ഥാനത്ത് ഗുഡ്ഗാവ് എന്ന് പറയുന്ന ഇടത്തിന്റെ പേര്, പുതിയ പേര് ഗുരുഗ്രാം എന്നാക്കി മാറ്റേണ്ടി വന്നു 2016. അതിന്റെ കാരണങ്ങളൊക്കെ നോക്കാം കേട്ടോ. ചില വിചിത്രമായ കാരണങ്ങളാണ് പലതിലുമുള്ളത്. ഈ ഗുഡ്ഗാവ് എന്ന് പറയുന്നത് 2016 ഗുരുഗ്രാമായി മാറുന്നത് എന്തുകൊണ്ടാണെന്നോ, ഈ മഹാഭാരതത്തിൽ പാണ്ഡവരും കൗരവരും അവരുടെ ഗുരുവായ ദ്രോണാചാര്യർക്ക് ദക്ഷിണയായി നൽകിയ സ്ഥലത്തിന്റെ പേരാണ് ഗുരുഗ്രാം എന്ന് ന്യായീകരിച്ചുകൊണ്ടാണ്, അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പേരുമാറ്റം നടന്നത് 2016. അടുത്ത പേരുമാറ്റം നമുക്കൊന്ന് നോക്കാം. ഉത്തർപ്രദേശിലെ, യുപിയിലെ മുഗൾ സരായി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റിയിട്ട് ദീൻ ദയാൽ ഉപാധ്യായ് ജംഗ്ഷൻ എന്നാക്കി മാറ്റുകയായിരുന്നു. 2018 ഈ പേരുമാറ്റം നടക്കുന്നത്. അതായത് ഇതിന്റെ കാരണം എന്താണെന്നോ, ഈ BJPയുടെ ആദ്യ രൂപമായ ജനസംഘത്തിന്റെ സ്ഥാപക നേതാവിനുള്ള ഒരു ആദരം എന്ന തരത്തിലാണ് ഈ പേരുമാറ്റം ഉണ്ടാകുന്നത്. ആലോചിച്ച് നോക്കണം, യോഗി ആദിത്യനാഥാണ് ഇത്തരം പല ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുള്ളതും. യുപിയിൽ തന്നെ പല പേരുമാറ്റങ്ങളും നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് ദീൻ ദയാൽ ഉപാധ്യായ കൊല്ലപ്പെട്ട സ്ഥലത്തിന് അദ്ദേഹത്തിന്റെ തന്നെ പേര് നൽകണം എന്നുള്ളൊരു ആവശ്യം ഉയരുന്നത്. അത് ചരിത്രപരമായിരിക്കുമെന്ന് അതിന്റെ ഉദ്ഘാടന സമയത്തൊക്കെ അമിത്ഷാ പ്രസംഗിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അടുത്ത നോക്കൂ, വീണ്ടും നമ്മൾ പോകുന്നത് യുപിയിലേക്ക് തന്നെയാണ്. യുപിയിൽ അടുത്ത സ്ഥലം അലഹാബാദാണ്. അലഹാബാദിന്റെ പേര് മാറ്റി പ്രയാഗ് രാജ് എന്നാക്കുകയുണ്ടായി 2019. അതും സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ കാരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഋഗ്വേദത്തിലും മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ പ്രയാഗ് രാജ് എന്ന പരാമർശം ഉണ്ടെന്നുള്ള ന്യായീകരണമായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഈ കുംഭമേളയ്ക്ക് മുൻപ് തന്നെ ആ പേര് മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം BJP നേതാക്കളൊക്കെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പല വേദികളിലും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയമായി തന്നെ അത് വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ പോകുന്നത് യുപിയിലേക്ക് തന്നെയാണ്. യുപിയിൽ അടുത്ത ഇടം എന്ന് പറയുന്നത് ഫൈസാബാദാണ്. ഫൈസാബാദിന്റെ പേര് അയോധ്യ എന്ന് 2019 മാറ്റുകയുണ്ടായി. അതും വലിയ ചർച്ചയായി തന്നെ മാറി. മണ്ഡലത്തിന്റെ പേര്, തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ മണ്ഡലത്തിന്റെ പേര് പറയുമ്പോൾ ഫൈസാബാദ് എന്ന് തന്നെയാണ്. പക്ഷേ ആ സ്ഥലത്തിന്റെ പേര് മാറ്റി അയോധ്യ എന്നാക്കുന്നു. രാം ജന്മഭൂമി എന്ന് ന്യായീകരിച്ചുകൊണ്ടാണ് ആ പേരുമാറ്റം നടക്കുന്നത്. രാജ്യം തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള വലിയ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുള്ള ഒരു ഇടമാണ്. ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യുന്ന സംഭവങ്ങൾ. അപ്പോൾ ഈ പേരുമാറ്റങ്ങളൊക്കെ ശ്രദ്ധേയമാണ് കേട്ടോ. അടുത്ത പേരുമാറ്റം നോക്കൂ. ഡൽഹിയിൽ രാജ്പഥിന്റെ പുതിയ പേര് കർത്തവ്യപഥ് എന്നാക്കി മാറ്റുകയുണ്ടായിട്ടുണ്ട് 2022. അത് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇന്ത്യ ഗേറ്റ് വരെ നീളുന്ന റോഡാണ്. നമുക്ക് ഓർമ്മയുണ്ടാകും ആ പേരുമാറ്റ സമയത്തൊക്കെ. അപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന സ്ഥലമാണത്. അപ്പോൾ സെൻട്രൽ വിസ്ത സമുച്ചയത്തിന്റെ ഭാഗമാക്കാനുള്ള ഒരു നീക്കം കൂടിയായിരുന്നു. അങ്ങനെയാണ് ഈ പേരുമാറ്റം 2022 സംഭവിക്കുന്നത്. അങ്ങനെ പേരുമാറ്റങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞു കേട്ടോ, അത്രേ ഉള്ളൂ. ഈ പല പേരുമാറ്റങ്ങളും ഇപ്പോൾ രാജ്യം വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു പേരുമാറ്റം, അതാണ് കേരള എന്നുള്ളത്. കേരളം എന്ന് തന്നെ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം. അത് മറ്റൊരു സംസ്ഥാനം അത് അങ്ങനെ പേര് മാറിയിട്ടുള്ളത് ഒറീസയാണ്. ഇങ്ങനെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്ത ഒരുപാട് പേരുമാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഔറംഗാബാദൊക്കെ അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഛത്രപതി സംഭാജി നഗറായി മാറി ആ ഔറംഗാബാദ് എന്നുള്ള പേര്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ മറാത്ത രാജാവിനെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്നുള്ള ന്യായീകരണം. അപ്പോൾ ഇങ്ങനെ പല ന്യായീകരണങ്ങളും പല ആവശ്യങ്ങളും ഉയർന്നിട്ടുണ്ട്. രാജ്യം ശ്രദ്ധിച്ചിട്ടുള്ള പേരുമാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്.